അപ്പൊ ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യട്ടാ. അവിടെ അസുറക്ക കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തോളി വേഗം. ആയിക്കോട്ടെ പെട്ടെന്ന്. കോസ്റ്റ്യൂമർ നടൻ അഷ്റഫ് കെട്ടി ബസാർ. പിന്നെ സാധിക്കോ കോസ്റ്റ്യൂം ചെയ്യാൻ വേണ്ടി പോകും. പൈസ ഇപ്പൊ ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ലല്ലോ. നിങ്ങളൊക്കെ എനിക്ക് തോന്നി ഇനി വെറുതെ നടന്നിട്ട് കാര്യമില്ല. ഞാൻ ആരെങ്കിലൊക്കെ പറ്റിക്ക. മഴക്കാറുണ്ടല്ലോ. മഴക്കാറുണ്ട്. മഴ ഒന്നും പെയ്യാൻ സാധ്യത ഉണ്ട്. ഇവയുടെ കുടിക്ക് മുകളിൽ മഴക്കാർ. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ തേടി അലഞ്ഞു. വീണ്ടും ഞങ്ങൾ റൂമിലേക്ക്. ശേഷം ഇവിടെ സമയം രാത്രി 9 മണി. ജുമൈറ ബീച്ചിലാണ് മക്കളെ ഞങ്ങളുള്ളത്. അങ്ങനെ ദുബൈയിലെത്തിയ ആദ്യ ദിവസം ഞങ്ങൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. കണ്ടില്ലേ ബുർജ് ഖലീഫ കണ്ടില്ലേ? രാത്രിയുടെ ഭംഗി, ജുമൈറയുടെ രാത്രിയുടെ ഭംഗി നമ്മൾ ആസ്വദിക്കാൻ പോവുകയാണ്. നമ്മളുടെ സാദിഖാവുണ്ട്, അഷ്റഫ് കെട്ടി ബസാറുണ്ട്, നമ്മളുടെ ഷമീർ അരൂർ. കല്യാണം അവിടെ ആണ് കേട്ടോ. കല്യാണം നടക്കുന്നുണ്ട് അവിടെ. ഗാനമേളൊക്കെ ഉണ്ട്. ഗാനമേള ഇന്നുണ്ടോന്ന് അറിയില്ല. ഗാനമേള ഉണ്ടാവും. അഷ്റഫക്ക പാടാൻ വന്നതാണ്. സാദിഖുണ്ട്. അതാണ് കല്യാണ വീട്. അവിടെ അറബിയുടെ മോളെ കല്യാണമാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇനി ജുമൈറയുടെ രാത്രി ഭംഗി നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ്. അതേതാ സൈക്കിള്? എനിക്കിപ്പോ സുഖം കിട്ടും അവിടെ പോകണമെന്നുണ്ടെങ്കിൽ. വൺ സൈക്കിളാണല്ലോ അല്ലേ? സ്കൂട്ടി പോലത്തെ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിങ്ങനെ ജുമൈറ ബീച്ചിൽ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് സൈക്കിൾ ചെറുപ്പത്തിൽ വാടക എടുക്കണമെങ്കിൽ 2 റുപ്യ കൊടുത്തിട്ടൊക്കെ വാടക എടുക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ദുബൈയിൽ കണ്ടില്ലേ, ഒരു പ്രൈവറ്റ് കമ്പനിയാണ് അല്ലേ സാദിക്കോ? അല്ലേ? കരിമീനല്ല, കരീം ബൈക്ക്. ഓക്കെ. ഇത് ആർക്ക് വേണമെങ്കിൽ എപ്പോ സൈക്കിൾ എടുത്തിട്ട് പോകട്ടോ. ഡെയിലി 20 ദിർഹംസ് അല്ലേ? വീക്ക് 50 ദിർഹംസ്. ഓക്കെ. മന്ത് 75 ദിർഹംസ്. ഓക്കെ. 1 ഇയർ 420 ദിർഹംസ്. അങ്ങനല്ലേ? സൈക്കിൾ ഇങ്ങനെ ഇതിലിപ്പോ ഈ സൈക്കിളൊക്കെ ഇപ്പൊ റെന്റ് പോയിട്ടാ. ഇനി ആകെ ഒരു സൈക്കിളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ആകെ ഒരു സൈക്കിളുള്ളൂ അല്ലേ? പക്ഷെ ലാഭട്ടാ. ഒരാഴ്ചക്കാകെ 50 ദിർഹംസ് ഉള്ളൂ. ഒരാഴ്ചക്കാകെ 50 ദിർഹംസ് ഉള്ളൂ. ഒരാഴ്ച എടുക്കുക സുഖമായിട്ടില്ലേ? രൂപ മൊത്തം കറങ്ങുക. ഈ സാധനം നമ്മളെ മൊബൈലിൽ സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് സൈക്കിൾ എത്ര വേണ്ടിയ മണിക്കൂറാണോ ആഴ്ചക്കാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ മണിക്കൂറിനാണെന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ നോക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളോട് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ വേണ്ടി പറയും. അപ്പൊ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക. ക്രെഡിറ്റ് കാർഡ് അതിൽ ഓക്കെ ആയി കഴിഞ്ഞാൽ ഈ സാധനം ഇവിടുന്ന് ലോക്കുമ്പോണ്ടായിരിക്കും. ഇതൊരു ലോക്കാണ് ഓട്ടോമാറ്റിക് ആയിട്ട്. നമുക്ക് കിട്ടൂല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആയി. ഇത് പൈസ അങ്ങോട്ട് ക്രെഡിറ്റ് ആയാൽ അല്ലെങ്കിൽ ആവൂല. പൈസ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഈ ലോക്ക് ഇതാവും. പിന്നെ വേറൊരു വിഷയം എന്താ അറിയാം, ഇത് ബൈക്ക് കൂടിയിട്ട് മതി. ബൈക്ക് രണ്ടും കൂടിയിട്ട്, സൈക്കിൾ മാത്രല്ല. അതുകൊണ്ടല്ലേ ഇത് ചെറുതായിട്ടും ചട്ടി. അല്ല, അപ്പൊ ഞാൻ ചോദിക്കണതേ, ഇത് എങ്ങനെ ഈ ഒരാഴ്ച ഓടണമെങ്കിൽ ചാർജ് ചെയ്തിട്ടുണ്ടാവോ? ഇത് വെച്ചിട്ട് വേറെ എടുക്കാം.
അങ്ങനെ പറ്റും. ആ ഇതോടെ കൊണ്ടുപോയി വെക്കാം. വരും ഇതിപ്പോ ഒരെണ്ണം എടുത്താൽ എത്ര ദിവസം ഓടിക്കാം? ഇത് ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ എടുക്കണം. പറ്റുള്ളൂ അല്ലേ? ഇതാണ് മക്കളെ ഇവിടുത്തെ സിസ്റ്റം. ഇതിന്റെ ചാർജ് ലോക്ക് വെക്കണം ഇതിന്റെ സിസ്റ്റം. ശരിക്കും ലാഭല്ലേ നമ്മളെ നാട്ടിനെക്കാട്ടിയും അല്ലേ? ഞാനിത് കരിമീൻ ആദ്യം വായിച്ചേ. കമ്പളി തൈക്ക് പോയിട്ട് ഭയങ്കര ബിസിനസ് മൈൻഡാണ്. ഒരു ഓപ്പൺ 20 ദിർഹംസാണ്. അതെ അതെ, എല്ലാവരും സൈക്കിൾ അടിച്ച് പോകണം എല്ലാവരും. അപ്പോൾ അവസ്ഥ ഇത്രയും സൈക്കിൾ ഇപ്പോൾ റെന്റ് പോയിക്കാണ്. ഇപ്പോൾ ആകെ ഒരു സൈക്കിളിന് ബാലൻസ് ഉള്ളു. നാളെടുത്ത് ചവിട്ടി വെക്കണം. ഓക്കെ, അപ്പോൾ പുതിയ കാഴ്ചയിലേക്ക് പോകാം. ഈ പാലത്തിന് എന്താ പറയാ അധികം? എന്ത് പാലം പറയാ? സഫ. അറബിയിൽ എന്താ പറയാ പാലത്തിന്? സഫ ജസർ. ഇതിന്റെ അടിയിലല്ലേ ലേക്കുള്ള? ഇതിന്റെ അടിയിൽ പാർക്ക് ലേക്ക് ഉണ്ടല്ലോ. ലേക്ക് ഇല്ലല്ല, സഫ പാർക്ക്. ലേക്ക് ഉണ്ട്. വാട്ടർ കനാൽ. വാട്ടർ കനാൽ. യൂണിയൻ കോപ്പ് എന്നും പറയാം. നമ്മളന്ന് കണ്ടിരുന്നില്ലേ? ലേക്ക് എന്നും പറയാം, വാട്ടർ കനാൽ. ലേക്ക് എന്ന് പറയും. ഇത് വൃത്തിയല്ലേ? നമ്മളെ പുതുവന്നാനി പാലൊക്കെ ഇങ്ങനെ ഔട്ടാ. മറ്റേ പാലത്തിന്റെ പണി കഴിഞ്ഞല്ലേ? നിങ്ങള് തന്നെയാ? ഞങ്ങള് ഏകദേശം തൊട്ടടുത്ത്. നിങ്ങളല്ല കർമ്മറോടൊക്കെ സെറ്റ് ആണല്ല? അടിപൊളിയാ. കർമ്മറൊക്കെ അടിപൊളി. പക്ഷെ വേറൊരു കാര്യം, അതൊക്കെ കുറെ കഴിയുമ്പോ ഇതൊക്കെ വേറെ ലെവലിലേക്ക്. അങ്ങനെ മക്കളെ നമ്മള് ഷാർജ അല്ലേ? എന്തിനു വന്നു? ഗ്യാസ് എടുക്കാൻ. ഷാർജയിലെ ആട്ടിനൊക്കെ പമ്പിലാണുള്ളത്. ഏകദേശം ഗ്യാസൊക്കെ എടുത്തിട്ട് ഷാർജിൽ നിന്നും വീണ്ടും അറബിന്റെ അവിടെ പേടി. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ മതി. പേടി അല്ല, ഇറങ്ങിയതിനറിയോ? അത് എടുക്കാനിരുന്നു ഇറങ്ങി മൊബൈല് സെറ്റാക്കി ഇറങ്ങിയിട്ടുണ്ട്. ആ അറബിയൊക്കെ വന്നിട്ട് നടക്കാം. നമുക്ക് പേടി. നിങ്ങളതൊന്നും പറയണ്ട, കട്ടാക്ക്. നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ രാത്രി വെറുതെ സാധിക്കുവാ എന്നെ ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചു കൊടുത്തിട്ട് രാത്രി ദുബായ് കാണിച്ചിട്ട് എന്നിട്ട് കൊടുത്താന്ന് പറഞ്ഞാൽ മതി. അതെ, അത് മാത്രമേ പറഞ്ഞത്. അപ്പൊ സാദിഖ് പറഞ്ഞ പോലെ സാദിഖ് പറയാൻ പറഞ്ഞു. ഇതേ സംഭവം എന്ന് വെച്ചാലേ, ഞാൻ ഉറങ്ങിയാന്നല്ലേ മൂപ്പരാള്. ഇന്ന് സംഭവം എന്താ അറിയോ? അങ്ങനെ മക്കളെ ഞങ്ങള് സാൻഡ്വിച്ച് റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സാൻഡ്വിച്ച് റോഡല്ല. അല്ല, അങ്ങനല്ല. പെട്ട പേരാണ് സാൻഡ്വിച്ച് റോഡ്. കാരണം ഈ റോഡല്ല ശരിക്കും ഞങ്ങള് പോകേണ്ടത് ദുബൈക്ക്. അപ്പൊ ഈ റോഡ് എടുത്ത് ഈ കട ഷെയ്ഖിന്റെ പള്ളിയാണ്. ഷാർജ ഷെയ്ഖിന്റെ. ഷാർജ ഇങ്ങനത്തെ നമ്മളല്ലേ കാസിമിന്റെ പള്ളിയാണ്. ഇത് അവരുടെ വീട് വെച്ചാല് നമ്മൾ പോയിണ്ട്. ഇവിടെ എവിടെ എന്റെ മറ്റേ അല്ലേ നമ്മള് അന്ന് പോയപ്പോ വീട് നമ്മള് കഴിഞ്ഞ കൊല്ലം വന്നപ്പോ നമ്മള് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഒരു ഷവർമ അടിക്കാൻ വേണ്ടിട്ട് ദുബൈയില് വന്നിട്ട് ഇത് ഈ കിടക്കണൊക്കെ എയർപോർട്ടിൽ വന്നാണ്. ഇപ്രാവശ്യം വന്നിട്ട് ദുബൈയിലെ ആദ്യത്തെ ഷവർമ കഴിക്കാല്ലെങ്കിലും ആദ്യത്തെ ഷവർമ വാങ്ങിത്തരല് സാധിക്കുക തന്നെയാണ്. അത് വേറെ കാര്യം. പുറത്തേക്കണം അങ്ങനെ വേണ്ട, നമുക്ക് വേണ്ട. പുറത്തേക്ക് ഒരു കാര്യമില്ല. നമുക്ക് അടിച്ചു പോരാ ഞാൻ വിചാരിച്ചേ ഇപ്പൊ എന്താ ഇങ്ങനെ റൗദത്ത് അൽഷാൻ അല്ലെ കടയുടെ പേര്. വ്ളോഗിന്റെ കാര്യത്തില് എന്റെ മോന് ഒന്നും തരില്ല. അങ്ങനൊന്നും പറയില്ല. എല്ലാരും കൊടുക്കും. ഞാൻ അങ്ങനത്തെ ഒരു ഇതില്ല. എങ്ങനെ നമുക്ക് സാൻഡ്വിച്ച് പൊറോട്ട എന്താ ചിക്കനാ? ചിക്കൻ ഉണ്ട്. ആ മതി. ചിക്കൻ പൊറോട്ടയിലേക്കോട്ടെ. ചിക്കൻ
പൊറോട്ടയിൽ ഒന്ന്. അനക്ക് എന്താ വേണ്ടി? അത് സാധിച്ച് എനിക്കൊരു സ്പെഷ്യൽ പറയാം. ബർഗർ ഉണ്ട്. എന്നാ 2 സ്പെഷ്യൽ ബർഗർ. നിങ്ങൾക്ക് എന്താ? എനിക്ക് സാൻഡ്വിച്ച്, പൊറോട്ട സാൻഡ്വിച്ച്. ചിക്കനാണ്, സ്പെഷ്യൽ ആയിക്കോട്ടെ.